അപ്പോഴേ ഇതൊരു പഴയ വീടിന്റെ മേക്ക് ഓവർ അല്ലേ? അപ്പൊ ഇവർ ഉള്ളൊക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഒത്തിരി എക്സൈറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്കില്ലേ? വരി നമുക്ക് കാണാം. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇപ്പൊ എവിടെ നോക്കിയാലും മനോഹരമായി ഡിസൈൻ ചെയ്ത വീടുകളാണല്ലേ. നമ്മുടെ പഴയ വീടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞു വീടുകളാണെങ്കിൽ കൂടി എത്ര ഭംഗിയിലാണെന്നറിയോ ഡിസൈൻ ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതേ ഒരു റിനോവേഷൻ ചെയ്ത വീടാണ് കേട്ടോ. പഴയ വീടിന്റെ മുഖച്ഛായ മൊത്തത്തിൽ മാറ്റിയിട്ട് പുതിയ രീതിക്ക് എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ ചെയ്തിട്ട് എന്നാൽ ഏതൊരു സാധാരണക്കാരനും പറ്റുന്ന തരത്തിൽ ബഡ്ജറ്റ് വന്ന ഒരു മനോഹരമായ വീടാണ് കേട്ടോ. ഈ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് മുട്ടന്നൂരുള്ള അബ്ദുറഹ്മാൻ സുലൈഖ ദമ്പതികളുടെ വീടാണ്. ഏകദേശം 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമിലാണ് കേട്ടോ നമ്മുടെ ഈ വീട് വരുന്നത്. അപ്പോൾ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് കണ്ടാലോ. അപ്പൊ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് നിങ്ങൾ കണ്ടില്ലേ? എത്ര മനോഹരമായിട്ടല്ലേ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഇത്രയും മനോഹരമായിട്ട് നിങ്ങൾക്ക് തോന്നാൻ വേണ്ടിയിട്ടില്ലേ ഈ വീടിന്റെ ആദ്യത്തെ ആ ഒരു പിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പറ്റുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഒരു വലിയൊരു മേക്ക് ഓവർ തന്നെയാണ് കേട്ടോ ഈ വീടിന് വന്നിട്ടുള്ളത്. ഇവിടെ ദേ വീടിന് ചുറ്റായിട്ട് കോമ്പൗണ്ട് വോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ദേ ഇവിടെ അത്യാവശ്യം മുറ്റമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മുറ്റത്തായിട്ട് ബേബി മെറ്റലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ദേ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ സിറ്റ് ഔട്ടിന്റെ ആ ഒരു ഡിസൈനിങ് വരികയാണെങ്കിൽ സ്ലോ പ്രൂഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ഡിസൈനിങ് കാണുമ്പോഴേ മനസ്സിലാവും ഇവരുടെ ആദ്യത്തെ ആ ഒരു വീടില്ലേ അത് മൊത്തത്തിൽ പൊളിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ആ ഒരു റീവർക്ക് ചെയ്യുന്ന സമയത്ത് സിറ്റ് ഔട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങോട്ട് ഇതുപോലെ സ്ലോ പ്രൂഫ് ഒക്കെ ആയിട്ട് എടുത്തിട്ട് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തതാണ്. അവിടെ ബോർഡേഴ്സിലായിട്ട് ഇതാ ബ്ലാക്ക് കളർ പെയിന്റിങ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിന്റിങ്ങിൽ ഒരു ഡിസൈൻ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സിറ്റ് ഔട്ടിന്റെ റൂഫിലായിട്ട് ടോപ്പിൽ നോക്കുകയാണെങ്കിൽ സെറാമിക്കിന്റെ ഓടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ വീടിന്റെ എക്സ്റ്റീരിയറിലെ ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത് 2 വശത്തായിട്ടും ഷോവാള് നല്ല ഭംഗിയായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് കയറി വരുമ്പോഴേ ഈ ഭാഗത്ത് ഇതാ ഷോവാള് നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഇതേ 2 വശത്തായിട്ട് ഇതേ വിൻഡോസിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ സിമെന്റ് ടെക്സ്ചർ ഡിസൈൻ കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നടുക്കായിട്ട് നോക്കി ഒരു കട്ടിങ് കൊടുത്തിട്ട് അതിലായിട്ട് പ്രൊഫൈൽ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ആ ഒരു വോളിന്റെ ഭാഗം നല്ല ഭംഗിയിലേ കാണാൻ. കൂടാതെ ഇവിടെ ആയിട്ടും പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതേ വീട്ടിലേക്ക് കയറി വരുമ്പോഴേ കാണുന്ന തരത്തിൽ ഈ വോളിലായിട്ട് ഇതുപോലെ പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ആയിട്ടും ഒരു റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് പെയിന്റിൽ ഡയമണ്ട് ഷേപ്പിൽ ഇതുപോലെ ഡിസൈൻ വന്നിട്ടാണ് കേട്ടോ. അത് മൊത്തത്തിൽ വന്നപ്പോൾ നല്ല ക്യൂട്ട് ആയിട്ടില്ലേ. കൂടാതെ അവിടെയും താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിത് നമ്മുടെ സിറ്റ് ഔട്ടിലേക്കാണ് കേട്ടോ വരുന്നത്. നമ്മളല്ലേ സിറ്റ് ഔട്ടിലേക്ക് കയറി വരുമ്പോഴേ ഈ ഭാഗത്ത് വോളിലായിട്ട് ഇതാ ഇവിടെ ഹൗസ് നെയിം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫാത്തിമ ഹൗസ് ഇവരുടെ ഉമ്മാന്റെ പേരാണ് കേട്ടോ ഇവർ കൊടുത്തിട്ടുള്ളത്. അതും നല്ല മരക്കഷ്ണത്തിൽ കൊത്തിയതുപോലെ നല്ലൊരു അടിപൊളി ഡിസൈനിനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മളിത് സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ 2 സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പിനോട് ചേർന്ന് തന്നെ നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു കുഞ്ഞു പ്ലാൻ ബോക്സ് സെറ്റ് ചെയ്ത് അതിൽ നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ തന്നെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു റൂഫ് പാനലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് നമ്മുടെ സിറ്റ് ഔട്ടിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സ്റ്റെപ്പിന്റെ ഫ്ലോറിലായിട്ടും കൂടാതെ സിറ്റ് ഔട്ടിന്റെ ആ ഒരു ബോർഡറിലായിട്ടും ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ മാർബോണൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്.
ഇനി ഇവിടെ ഈ രണ്ട് വശത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ജിഐയിൽ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നെങ്കിലേ ഈ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഈ വോള് മൊത്തത്തിൽ ഇങ്ങനെ വരാറല്ലേ പതിവ്. ഇപ്പൊ എല്ലാ വീടിനും ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് പൊതുവെ കൊണ്ടുവരാറുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു വികാരമൊന്നുമില്ല. പക്ഷെ ഇത് ഇവിടെ ഇങ്ങനെ ഇതാക്കുന്ന സമയത്തില്ലേ, മൊത്തത്തിൽ വോള് വരുന്ന സമയത്ത് ഒന്നുകൂടെ ഒരു ഇടുങ്ങിയ ഫീൽ വരും. പക്ഷെ ഇവിടെ ഈ ഒരു റെയിലിംഗ് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒന്നുകൂടെ ഒരു ഭംഗി തോന്നുന്നുണ്ട്. പുറത്തുനിന്ന് എക്സ്റ്റീരിയർ കാണുമ്പോഴും ഇവിടെ വരുമ്പോഴൊക്കെ പ്രത്യേക ഒരു ഭംഗി തോന്നുന്നുണ്ടേ. ഇവിടെ സിറ്റ് ഔട്ടിലായിട്ട് ഇരിക്കാനായിട്ട് ഇതേ രണ്ട് വലിയ വുഡിന്റെ ചെയർസ് ആണ് കേട്ടോ വരുന്നത്. തേക്കിന്റെ വുഡിൽ ഇവർ കസ്റ്റമൈസ് ചെയ്ത ചെയർ ആണ് കേട്ടോ ഇത്. ഇനി സീലിംഗിലായിട്ട് ഇതേ വളരെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജിപ്സം സീലിംഗ് ആണ് വരുന്നത്. ഇതേ പ്രൊഫൈൽ ലൈറ്റിൽ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. കൂടാതെ ഇതേ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ പുറത്ത് ആരാ വന്നിക്കണെന്നൊക്കെ കാണാവുന്ന രീതിക്ക് ഇതേ ഇവിടെ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ശേഷം ഇനി നമ്മളിതാ നമ്മുടെ മെയിൻ ഡോറിലേക്കാണ് വരുന്നത്. മഹാഗണി വുഡിൽ തേക്കിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് നല്ല സ്റ്റാൻഡേർഡ് ഡിസൈനിൽ വരുന്ന ഒരു ഡോറാണ് കേട്ടോ. 3/4 കാല് വരുന്ന ഡബിൾ ഡോർ ആണ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിന്റെ 2 ഹാൻഡിലും വരുന്നുണ്ട്. അപ്പോഴേ ഇതൊരു പഴയ വീടിന്റെ മേക്ക് ഓവർ അല്ലേ. അപ്പൊ ഇവർ ഉള്ളൊക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഒത്തിരി എക്സൈറ്റഡ് ആണ് കേട്ടോ. നിങ്ങൾക്കില്ലേ? വരി നമുക്ക് കാണാം. ഒന്ന് നോക്കി നിങ്ങൾ എത്ര അടിപൊളിയായിട്ടാണ് അറിയോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളെ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ നേരെ എത്തുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിൽ തന്നെ നമ്മുടെ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ കളറിൽ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് എന്നൊക്കെ പറയാം. നല്ല ഭംഗിയിൽ വരുന്ന സോഫയാണ് കേട്ടോ. നല്ല കംഫർട്ടും ആണ്. ഏകദേശം ഒരു 20,000 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. ഒരു കുഞ്ഞു സ്പേസിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ലിവിംഗ് ഏരിയ വരുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സോഫയും ബാക്ക് ബോളിൽ കൊടുത്ത പാർട്ടീഷൻ ബോർഡും, കൂടാതെ ഇവിടെ സീലിംഗിലേക്ക് വരികയാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 4 വശത്തായിട്ട് നമ്മുടെ സിലിണ്ടർ ലൈറ്റ്സ് വരുന്നുണ്ട്. നടുക്കായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ട് ആ ഒരു ഡിസൈനിങ്ങിനെ ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഹോളിനെയും ലിവിങ്ങിനെയും കൂടി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പാർട്ടീഷൻ ബോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജിഐയിൽ മൈക്ക് ഒടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ജസ്റ്റ് ഒരു സ്റ്റാൻഡ് കൊടുത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ഇവിടെ പാർട്ടീഷൻ ബോളിന് മുകളിലായിട്ട് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ ആ ഒരു എൻട്രൻസിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെ മുകളിലായിട്ട് ഇതുപോലെ ഒരു അറബിക് കാലിഗ്രഫി ഡിസൈൻ കൊടുത്തിട്ട് അതിനുള്ളിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മളെ സിറ്റ് ഔട്ടിൽ കണ്ട ഒരു സെയിം മാർബോണൈറ്റ് ആണ് കേട്ടോ ഇവിടെയും വരുന്നത്. ഇതിങ്ങനെ നീളത്തിൽ വിരിച്ചത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളെ ലിവിംഗിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു പ്ലെയിൻ ഹോളാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു ഷോക്കേസ് വരുന്നുണ്ട്. കൂടാതെ ഇവിടെ ആയിട്ട് നമ്മുടെ വാഷേരിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ അതിന് മുന്നായിട്ടേ നമ്മൾ ലിവിംഗിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഹോളിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ ആ ഒരു പാർട്ടീഷൻ ബോളാണ് കേട്ടോ. അവിടുത്തെ ഈ ഭാഗത്തേക്കായിട്ടും ഇതുപോലെ ഒരു കുഞ്ഞു സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിലായിട്ടൊക്കെ ഇതുപോലെ നല്ല ഭംഗിയിൽ ഷോക്കേസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ അടുത്തായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മുടെ ബാക്കി വിശേഷങ്ങളിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. നമ്മുടെ ചാനലില്ലേ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കേട്ടോ കാണുന്നത്. ഇനിയിപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ എത്ര നല്ല വീഡിയോകളാണെങ്കിലും നമ്മുടെ റേറ്റിംഗ് കുറഞ്ഞു പോവുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യേ. ഇനിയിപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ 2 ബെഡ്റൂംസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ടോട്ടലി 3 ബെഡ്റൂം ആണ് വരുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഹോളിലെ കോമൺ ബാത്റൂമും വരുന്നുണ്ട്. നമ്മൾ പല റിനോവേഷൻ ചെയ്ത വീടുകളും കണ്ടിട്ടുണ്ട് കേട്ടോ. അത് വർക്ക് ചെയ്ത് ഒത്തിരി ഐറ്റംസ് ഒക്കെ കയറ്റിയിട്ട് ഭയങ്കര ബോറായ രീതിയിൽ ഡിസൈൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ വീടിന്റെ ഒരു പ്രത്യേകത അല്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. കുറേ ഭാഗം ഉണ്ടെന്ന് കരുതിയിട്ട് ഭയങ്കരമായിട്ട് ഡിസൈനൊന്നും കൊടുത്തിട്ട് ബോറാക്കിയിട്ടില്ല. വളരെ നൈസ് ആയിട്ടാണ് കേട്ടോ ഓരോ ഭാഗവും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിലെടുത്ത് പറയേണ്ട കാര്യം ഇവിടെ ഈ ഡിസൈൻ ചെയ്ത ഷോക്കേസ് ആണ് കേട്ടോ. വളരെ നീറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഷോക്കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാക്കിലായിട്ട് മാറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ കുഞ്ഞു സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ട് അവിടെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഓരോന്നും ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒന്നുകൂടെ മനോഹരാക്കാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിതാ നമ്മുടെ വാഷേരിയാണ് കേട്ടോ നോക്കുന്നത്. നമ്മുടെ വാഷേരിയനെ ഒന്ന് പാർട്ടീഷൻ ചെയ്തുകൊണ്ടും ഒരു കുഞ്ഞു പാർട്ടീഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ലിവിംഗിൽ കണ്ടില്ലേ ആ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വാഷേരിയെ നോക്കുകയാണെങ്കിൽ അവിടെ ബാക്ക് ബോളിലായിട്ട് നോക്കിയാൽ ഡിസൈൻ വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നടുക്കായിട്ട് ഒരു കുഞ്ഞു മിറർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇവരുടെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അവിടെ വൈറ്റ് കളറിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോറേജും വരുന്നുണ്ട്.
ഇനി ഇവിടെ സീലിംഗിലേക്ക് വരാണെങ്കിലും ഇവിടെ നമ്മുടെ സീലിംഗ് അത്യാവശ്യം നീളം വരുന്നുണ്ട് കേട്ടോ. അത് വെറുതെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതിന് പകരം ജസ്റ്റ് ഒരു ജിപ്സം സീലിംഗ് കൊടുത്തിട്ട് അതിനുള്ളിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സും മറ്റേ LED ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വാഷേരിയന്റെ തൊട്ടടുത്തുള്ള ഈ വോളിലായിട്ടാണ് കേട്ടോ ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഡോറ് തുറന്ന് വരുമ്പോഴേ നേരെ കാണുന്ന തരത്തിലാണ്. ഇനിയിപ്പോ ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇവരുടെ ഈ പഴയ വീട്ടിൽ 4 ബെഡ്റൂമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ബെഡ്റൂം കട്ട് ചെയ്തിട്ട് കുറെ അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ വീട് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. അതിൽ ഈ ഒരു ഭാഗം ആക്ച്വലി ഒരു റൂമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത് റൂമിൽക്കും ഡൈനിങ്ങിൽക്കും ഒക്കെ ആയിട്ട് സ്പേസ് കൊടുത്തതാണ്. ഇവിടെ ഈ ഒരു മിനിമൽ ആയിട്ടുള്ള സ്പേസിലേക്ക് ഒതുങ്ങിയ രീതിക്കാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ വരുന്നത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ. ഏകദേശം നമ്മുടെ ചെയറിനും ടേബിളിനും കൂടി 20,000 രൂപയാണ് ആയിട്ടുള്ളത്. ഇനിയിപ്പോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വരുന്നത് കേട്ടോ. അതൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ നമ്മുടെ കിച്ചൺ നോക്കാം. കിച്ചന്റെ ഡോറ് വന്നിട്ട് വുഡിൽ ഗ്ലാസിന്റെ ഒരു ഡിസൈൻ വരുന്ന ഡോറാണ്. അങ്ങനെ നമ്മുടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു സ്പേസിൽ ഒരു നീളത്തിലായിട്ടാണ് നമ്മുടെ കിച്ചന്റെ സെറ്റിങ്സ് വന്നിട്ട് കുറെ സ്റ്റോറേജും അതൊന്നും കുത്തി നിറക്കാതെ വളരെ നീറ്റ് ആയിട്ടാണ് കേട്ടോ ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുപ്പിന് താഴെയായിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നീളത്തിൽ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സിങ്കിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് വോളിൽ പാത്രം സ്റ്റാൻഡ് ഒക്കെ വരുന്നുണ്ട്. കൂടാതെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. റാക്കിന് താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത്. കബോർഡ് വർക്കും കൂടി കഴിഞ്ഞാൽ അടിപൊളിയാവൂലേ. പിന്നല്ലേ ഈ കിച്ചൺ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വൈറ്റ് കളറിലാണ് കേട്ടോ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. മാത്രമല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ കിച്ചണിലെ സ്റ്റോർ റൂം വരുന്നില്ല കേട്ടോ. പകരം നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചൺ ഒക്കെ കണ്ടില്ലേ. ഇനി നമ്മൾ ഇവിടുത്തെ 3 ബെഡ്റൂംസ് ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ 2 ബെഡ്റൂമും ഈ ഒരു ഭാഗത്താണ് വരുന്നത്. കൂടാതെ ഹോളിൽ ഒരു കോമൺ ബാത്റൂം വരുന്നില്ലേ. അപ്പൊ ആദ്യം നമുക്ക് അത് നോക്കാം. ഇത് നല്ല സൗകര്യത്തിൽ ചെയ്ത ഒരു ബാത്റൂം ആണ് കേട്ടോ. നല്ല ഭംഗിയിലാണ് കേട്ടോ ടൈല് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ഇവിടെ ബാത്റൂമിന് മുകളിലായിട്ടും ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് കേട്ടോ വരുന്നത്. ഇവിടെ ബെഡ്റൂംസ് ഒന്നും കാര്യമായിട്ട് വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഒരു നോർമൽ ആയിട്ട് വരുന്ന ഒരു ബെഡ്റൂം ആണ് കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 വശത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു വിൻഡോനെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. റൂമിലായിട്ട് വാർഡ്രോബ് വരുന്നില്ല. പകരം ഈ വോളിലായിട്ട് ഇതുപോലെ ഒരു ഓപ്പൺ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട് കേട്ടോ. ശേഷം ഇനി നമ്മൾ നമ്മുടെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് വന്നിട്ടുള്ളത്. നല്ല സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇതും നോർമൽ ഡിസൈനിലാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വുഡിന്റെ റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ കർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ കോട്ടിന് ഈ ഒരു ഭാഗത്ത് വോളിലായിട്ട് നോക്കുകയാണെങ്കിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് റെഡിമെയ്ഡ് വാർഡ്രോബ് ആണ്. ഇനിയിപ്പോ നമ്മൾ നമ്മുടെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് വന്നിട്ടുള്ളത്. ഈ ബെഡ്റൂം വന്നിട്ട് നല്ല സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു നോർമൽ ഡിസൈനിലാണ് വരുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം വലിയൊരു വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാക്ക് വോളിലായിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് വരുന്നത്. ഇനിയിപ്പോ ഇവിടെ ആ ഒരു പഴയ വീട്ടിലുണ്ടായിരുന്ന ജസ്റ്റ് ഒരു നോർമൽ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ ബാത്റൂം വരുന്നുണ്ട്. ഇനിയിപ്പോ ഈ ബാത്റൂം നോക്കുകയാണെങ്കിലും നല്ല സൗകര്യത്തിൽ ചെയ്ത ബാത്റൂമാണ്. നല്ല അടിപൊളിയായിട്ട് വോള് മൊത്തത്തിൽ ടൈല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനാ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ വീട് ആ ഒരു പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തപ്പോൾ അടിപൊളിയായി ഞാൻ പറഞ്ഞില്ലേ. ഈ നൈറ്റ് ലുക്ക് നോക്കി നിങ്ങൾ ഒന്നുകൂടെ ഇരുട്ടായാൽ ഈ ഒരു ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിലേ നമ്മുടെ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ ആവശ്യക്കാർക്ക് ഈ വീഡിയോസ് എത്തിച്ചു കൊടുത്തോളും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു വീടിന്റെ റിനോവേഷൻ വർക്ക് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് സൈസും പ്ലാനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. ഒപ്പം നമ്മുടെ ബഡ്ജറ്റും കറക്റ്റ് നമുക്ക് അറിഞ്ഞിട്ടില്ല. കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും കമന്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ആവശ്യക്കാരെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്തോളിയും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.